ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ. നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിൻ്റെ നിറം ഒന്ന് മങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് റീപെയിൻറ്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. നമ്മുടെ അവധി ദിവസങ്ങളിൽ വീട്ടിലെ ബൈക്ക്, കാറൊക്കെ നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് വളരെ വൃത്തിയായിട്ട് കഴുകും അല്ലേ? ഈ ഹൈജീൻ ആൻഡ് ക്ലീൻലിനെസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ഫാക്ടറാണ്. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാം പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെ എൻഹാൻസ് ചെയ്യപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട്. ഈ പേഴ്സണൽ ഗ്രൂമിങ് എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷൻസിൽ ആപ്ലിക്കബിളാണ്. ഒന്ന് വളരെ ഫോർമലായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ്, രണ്ട് വളരെ ഇൻഫോർമലായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ്. ഫോർമൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഓൺട്രപ്രണറോ ഒരു ബിസിനസ്മാനോ ഒരു പ്രൊഫഷണലോ ആകുന്നിരിക്കട്ടെ, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പ്രോസ്പെക്ട്സിനെ, നമ്മുടെ ക്ലയൻസിനെ, വെൻഡേഴ്സ്, നമ്മുടെ റെഗുലേറ്ററി ബോഡീസിന് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പേഴ്സണൽ ഗ്രൂമിങ് സ്റ്റൈല് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഒരു മോഡറേറ്റ്, അതായത് എല്ലാ ആളുകൾക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പെടുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും ഒരു ഫോർമൽ എൻവയൺമെൻറ്റിൽ എപ്പോഴും അഭികാമ്യം. ഒരു ഇൻഫോർമൽ സിറ്റുവേഷനിൽ സാധാരണ ഇപ്പോഴത്തെ യൂത്ത്സൊക്കെ പറയുന്നത് പോലെ ഐ വാണ്ട് ടു കംപ്ലീറ്റ്ലി എക്സ്പ്രസ് മൈ സെൽഫ്, വാട്ട് ഐ ആം ഇൻസൈഡ് ഐ വാണ്ട് ടു ഷോ ഔട്ട് സൈഡ് ഓൾസോ എന്നുള്ള അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പും അവരുടെ എക്സ്പ്രഷൻ അനുസരിച്ച് അവർക്ക് ചെയ്യുന്നതിൽ വിരോധമില്ല. ഈ പേഴ്സണൽ ഗ്രൂമിങ് എന്ന് പറയുന്നതിന് മൂന്ന് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്, അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പാട്ട്. രണ്ടാമത്തതാണ് നമ്മുടെ മാനേഴ്സ് ആൻഡ് എറ്റിക്യൂട്ട്സ്, നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതിനേക്കൂടി ഉപരിയായിട്ട് നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മുടെ മാനേഴ്സ്. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ആളുകൾ ഇഗ്നോർ ചെയ്യപ്പെടുന്നതും, അതായത് നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളെ തന്നെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലേസാണ്. നമ്മൾ ഒരു കാരണവശാലും ഒരു പബ്ലിക് പ്ലേസിൽ പോയിരുന്നിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള പല അഭിപ്രായങ്ങളും പെർസ്പെക്റ്റീവ്സും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രൊട്ടസ്റ്റുകളും ഉണ്ടാവും. അത് ഒരിക്കലും ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ചു പറയുന്നത് അത്ര ഐഡിയൽ സിറ്റുവേഷൻ അല്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു എക്സ് കൊളീഗ്, ഞാൻ ഒരു 30 വർഷത്തോളം പല കോർപ്പറേറ്റ് കമ്പനീസിലും വർക്ക് ചെയ്താണ്, കുറേ വർഷം HR ഹെഡായിരുന്നു. എൻ്റെ ഒരു എക്സ് കൊളീഗ് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്, ഒരു സീനിയർ റോളിലുള്ള ഒരാൾ ഒരു MNC കമ്പനിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഓഫർ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് അവർ വെറുതെ ഒന്ന് പുള്ളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ദേ ഫൗണ്ട് സംതിങ് അൺയൂഷ്വൽ. എന്നിട്ട് അദ്ദേഹത്തിന് ആ ഓഫർ ലെറ്റർ കൊടുത്തില്ല. അതിൻ്റെ പ്രധാന റീസണായിട്ട് പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്റ്റാൻസ്, നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയസിലൂടെ നമ്മളെപ്പോഴും ഒരു മോഡസ്റ്റായിട്ട്, നമ്മൾ ഒരിക്കലും ഒരു കോൺട്രവേഴ്ഷ്യൽ, ഒരു ആർഗ്യുമെൻറ്റേറ്റീവ്, ഒരു അൺപ്രൊഫഷണൽ, ഒരു ഹെയ്റ്റ് സ്പീച്ച് അങ്ങനെയുള്ള രീതിയിൽ അത് വരുമ്പോൾ ആളുകൾ ഒരുപാട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട 7 ചെറിയ പോയിൻറ്റ്സാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഒന്ന്, നമ്മുടെ ജെനുവിനായിരിക്കണം, നമ്മൾ ഓണസ്റ്റ് ആയിരിക്കും, നമ്മൾ ഒരിക്കലും മിസ് റെപ്രസെൻറ്റേഷൻ നടത്തരുത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരുപാട് നാളുകളായിട്ട് അറിയുന്ന ആളുകളാവണമെന്നില്ല. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ റെസ്പെക്റ്റ്ഫുൾ ആവണം, ഒരു മീനിങ് കോൺവെർസേഷൻ വരുത്തണം. ഒരു കാരണവശാലും അൺപ്രൊഫഷണലൈസ്ഡുള്ള വീഡിയോസ് നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യരുത്. ഹെയ്റ്റ് സ്പീച്ച്, ആർഗ്യുമെൻറ്റേറ്റീവ്, ഒരു ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റ്സ് പബ്ലിക് പ്ലേസിൽ നടത്താതിരിക്കുക. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും വി തിങ്ക് ട്വൈസ് ബിഫോർ യു പോസ്റ്റ്. അൺപ്രൊഫഷണൽ വീഡിയോസ് ഒരു കാരണവശാലും നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പല ഡൈവേഴ്സ് കാറ്റഗറിയിലുള്ള ആളുകളായിട്ടും അവർ എല്ലാവരുമായിട്ടും ഒരു മ്യൂച്വലി ഇൻക്ലൂസീവ് നേച്ചർ, റെസ്പെക്ട്ഫുൾനെസ് പുലർത്തുക. ഇത് നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടം വിലയിരുത്തുന്നത്. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.